തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ ഇത്തവണ ദേശീയ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനുമുണ്ട്. വളർക്കാവ് ഡിവിഷനിലാണ് നാട്ടുകാരി കൂടിയായ ചിത്ര മത്സരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനൊക്കെ ഇടയിലും തന്റെ ശിഷ്യരെ പരിശീലിപ്പിക്കാൻ എല്ലാ ദിവസവും സമയം കണ്ടെത്തുന്നുണ്ട് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യൻ പരിശീലക കൂടിയായിരുന്ന ചിത്ര. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല മേഖലയിൽ നിന്നുള്ളവർ സ്ഥാനാർത്ഥികളാകാറുണ്ട്. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന, അതായത് വളർക്കാവ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ചിത്രയെയാണ്. ചിത്രയെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുണ്ട്. ചിത്ര ഒരു ദേശീയ ചാമ്പ്യനാണ്, അതായത് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ദേശീയ ചാമ്പ്യനായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും ഇപ്പോഴും ഇവിടെ കണ്ടില്ലേ, പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി, കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സമയവും ഈ സ്പോർട്സ് അക്വാട്ടിക് കോംപ്ലക്സിലുള്ള ഈ ഒരു ഇടത്തേക്ക് എത്താറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്ഥാനാർത്ഥി തിരക്കൊക്കെയാണോ അതോ പരിശീലിപ്പിക്കുകയാണോ? രാവിലെ വൈകിട്ടേ ഉള്ളൂ ട്രെയിനിങ്, അത് നടക്കും. സ്ഥാനാർത്ഥി തിരക്കിൻ്റെ ഇടയിലും ഇതിന് സമയം കണ്ടെത്തുന്നുണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്ക് കോമ്പറ്റീഷനൊക്കെ ആയതുകൊണ്ട് ട്രെയിനിങ് മുടക്കാൻ പറ്റില്ല. ഈ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു ഇതിലേക്ക് ഏത് സമയത്താണ് കടന്നു വന്നത്? ഏത് തലം വരെ നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്നെ വളരെ 10 വയസ്സുള്ളപ്പോൾ എൻ്റെ കോച്ച് ഹാർബിൻ സീലോനൊപ്പം കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 30 വർഷമായി. നാഷണൽ ചാമ്പ്യനായിരുന്നു 7 വർഷം. പിന്നെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു. 6 വർഷം ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു. 100ഓളം കുട്ടികളിന്ന് ഗവൺമെൻറ് സർവീസിലുണ്ട്. മത്സരിച്ച കോമ്പറ്റീഷനുകളിലൊക്കെ വിജയിച്ച് കയറിയ പോലെ അവിടെയും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? അല്ല, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എനിക്ക്. അത് ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. സ്വന്തം നാട് തന്നെയാണോ? സ്വന്തം നാട് തന്നെ. ഈ തിരക്കുകൾ കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണ് ഈ പ്രചരണം? എങ്ങനെയാണ്, ഏതൊക്കെ സമയത്ത് ഇറങ്ങാറുള്ളത്? ഇപ്പം എൻ്റെ ട്രെയിനിങ് ഞാൻ 3 മണിക്ക് വെച്ചിരിക്കുകയാണ്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും വെയിൽ മാറില്ല, പ്രചരണത്തിന് പോകും. ഒരു 5 മണിയോട് കൂടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങും. ഇപ്പോൾ നിലവിൽ LDF ആണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. അപ്പം ഇനിയൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ? അതാണ് എങ്ങനെയാണ് ആ ഒരു ഇത്? ഇല്ല, തുടർച്ച അനിവാര്യമാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ കാഴ്ചപ്പാടാണെങ്കിലും ഞാനിപ്പോൾ ഇങ്ങനെ നടന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും നടന്നിട്ടില്ല. ഒരു ജനറേഷന് വേണ്ട ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇവിടെ. അപ്പോൾ അതിൽ മാറ്റം വരുത്തണം. മാറ്റം വരുത്താനായിട്ട് അത് ഞാനൊരു തൊഴിലായിട്ട് തന്നെ കണ്ട് 5 വർഷം വർക്ക് ചെയ്യും. തീർച്ചയായും. എന്തായാലും ഈ പ്രചരണങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പരിശീലന പരിപാടികൾ രാവിലെയും വൈകുന്നേരവും ഒക്കെയായി ചിത്ര നടത്തുന്നുമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ് തൃശ്ശൂരിൽ. അതിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും അതിൻ്റെ തിരക്കിൽ തന്നെയാണ്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.